ചേട്ടാ ഇത് കണ്ടോ? പട്ടിയെ പേടിച്ചോടുന്ന പോലെ ഓടിയെന്നോ? ഇത് കണ്ടില്ലേ? എങ്ങനെ ഓടാതിരിക്കും? ഇംഗ്ലീഷ് പുസ്തകത്തിൽ ചേട്ടന്റെ പടം വന്നിരിക്കുന്നു, നോക്ക്. എന്താ ആ മൂതവയെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞു ആട് തോന്നാൻ നിൽക്കുന്നവനല്ലേ? എടാ എന്തുവാണ് ഞാൻ അണ്ടർവെയർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വന്നേക്കുന്നത്? എടാ പറഞ്ഞേട്ടാ, അന്ന് എന്റെ നേരെ ലോറിയിൽ നിന്ന് വെള്ളം വെച്ചില്ലേ, അവൻ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച പറ്റും. ചേട്ടാ, അവന്റെ പരിപ്പിളക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ വീട്ടിലെ ചെടിക്ക് പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരാളെ കൊന്നിട്ടാ വന്നത്, പക്ഷെ നിങ്ങൾ മൂത്രം ഒഴിച്ചിട്ടല്ല വന്നത്. തീർച്ചയായിട്ടും. മതാക്കളി ആ മൂന്നാമത്തെ ടേബിളിൽ പോയി നോക്ക്. എടാ എക്സ് കൂട്ടുകാരാ, നിനക്ക് വെള്ളം അടിക്കുന്ന ശീലം പണ്ടേ ഇല്ല. നീ എന്തിനാ ബാച്ചലർ പാർട്ടിക്ക് വന്നേ? ജിമ്മിലൊന്ന് പോയാലൊന്ന് ആലോചിക്കാം, കുറച്ച് പ്രോട്ടീൻ ആവശ്യമുണ്ട്. നമ്മുടെ ജിഗൻ എവിടെ? എടാ നീ മറ്റവളെ കാണാൻ വന്നല്ലേ? അത് തന്നെയാ പോകാം. അത് കണ്ടോ നീർക്കോലിയോ? ഹലോ രാഘവ്. ഹായ് 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 സഞ്ജീവേ, നീ എന്താടാ ഇവിടെ? സാർ ഇല്ല, ഞാൻ വെറുതെ എല്ലാവരും കാണാൻ. സോറിടാ സഞ്ജീവേ, നീ പഴയതൊക്കെ മറക്കണം കേട്ടോ. ബോസിന്റെ വൈഫിന് തീരെ ഉറക്കമില്ലെന്നാ പറയുന്നത്. ആ ടെൻഷൻ ആ സ്ത്രീ ബോസിനോട് കാണിച്ചു, അത് ബോസ് എന്നോട് കാണിച്ചു, അത് ഞാൻ നിന്നോട് കാണിച്ചു. ഇപ്പൊ ഞാൻ ഉറക്കണം, അത്രയല്ലേ ഉള്ളൂ. പഴയ ഓഫീസിൽ കോട്ടുവാ വിട്ട് ഇവനല്ലേ എല്ലാരും ഉറക്കിക്കൊണ്ടിരുന്നേ, അതങ്ങ് മറന്നുപോയോ? അതങ്ങ് മറന്നുപോയി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബോസിന്റെ വൈഫിനെ എങ്ങനെയെങ്കിലും ഉറക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം എല്ലാം സോൾവ് ആവൂടാ. അല്ലേ അളിയ? അതൊന്നും കുഴപ്പമില്ല മച്ചാനെ. എനിവേ, വെൽക്കം ടു ബാച്ചിലർ പാർട്ടി. സ്വന്തം മകന് വേണ്ടി ബാച്ചിലർ പാർട്ടി വെച്ച ഒരേ ഒരു അച്ഛൻ സാറാണ്. ഇവന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആ ബാച്ചിലർ ഞാനാടാ പൊട്ട. അയ്യേ, സെൽഫി എടുക്കാത്ത വണ്ടി. എന്തിനാ നോക്കുന്നത്? സെറ്റിലായിട്ടുള്ളൊരു ഭർത്താവിനെയാണ് എല്ലാ പെണ്ണുങ്ങളും വേണമെന്ന് പറഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ സെറ്റിലായത്. ഓൾ ഗേൾസ് അറ്റൻഷൻ പ്ലീസ്. അതെ, നിങ്ങൾക്ക് സെറ്റിലായ ചെറുക്കനെ തന്നെ വേണമെന്ന് മനസ്സിൽ തോന്നിയാൽ ഇങ്ങനെയുള്ള ചെറുക്കന്മാരെ കിട്ടത്തുള്ളൂ. കണ്ടില്ലേ സഞ്ജയ്, എനിക്ക് സംസാരിക്കാനുണ്ട്. ഇത് തളർന്ന കേസാ. ഈ ആട്ടോ ഇനി എന്ന് നിൽക്കുവോ? സഞ്ജീവ്, ഞാൻ എങ്ങനെയുണ്ട്? അയ്യോ, കിടിലൻ പീസ്. എനിക്കൊക്കെ. അല്ല, അതല്ല ചോദിച്ചേ, ഞാൻ നല്ല കുട്ടിയാണോ? അയ്യോ, തങ്കല്ലേ. ഞാനൊരു ചെറുക്കൻ്റെ അടുത്ത് പോയി ഐ ലവ് യു എന്ന് പറഞ്ഞാ അവൻ എന്നോട് ഓക്കെ പറയോ? അയ്യോ, നിങ്ങളൊന്ന് കൈ കാട്ടിയാൽ തന്നെ പിള്ളേര് കൈയും തിരുമിക്കൊണ്ട് ഓടി വരില്ലേ അടുത്തേക്ക്. സഞ്ജീവ്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ജോലിയില്ല, കോട്ടുവായിടും, ഇതൊക്കെയല്ലേ? അല്ല, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ആണ്. സെക്കൻഡ് ഹാൻഡ് എന്ന് വെച്ചാ? ഞാനും മന്ദാകിനി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയും കുറച്ച് നാളുകളായിട്ട്. ഓക്കെ, മതി. ഇല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വേണ്ട, മനസ്സിലായി. അതറിയാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഇനഫ്. അല്ല സുനിത, അത് പിന്നെ അതല്ല. പൂവേ ചെമ്പൂവേ ഉൻവാസം വരും, വാസം ഉൻവാസം എൻ പൂങ്കാവനോ, ചെന്താമരയേ വാ. അങ്ങോട്ട് മാറിയിരിക്കുന്നേ, വഴിയിലാണ് ഫിറ്റായിട്ടാണല്ലോ വരുന്നത്. വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ? എന്താന്ന്? ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? അയ്യേ, ഇത് ഫസ്റ്റ്. ഇപ്പൊ തന്നെ നല്ല കീറ് കീറിയിട്ടുണ്ട്. അതിങ്ങ് തന്നേക്ക്. അങ്ങനെ നീ സ്റ്റഡി ആണെങ്കിൽ ഞാൻ പറയുന്ന പോലെ പറ. എന്താ? 66 ഒന്ന് പറഞ്ഞ കേക്കട്ടെ. നോൺസെൻസ്. ആം ഐ അറ്റ് കിൻഡർഗാർട്ടൻ? ഇവിടെ നീ 66 ന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നിനക്ക് ബോധമുണ്ട്. ഫൈൻ ഫൈൻ. 66 66 കറക്റ്റ് ആയിട്ട് പറ നോക്കട്ടെ. സോറി ഡിയർ. ഡിയർ എന്നോ? അയ്യോ സഞ്ജീവ്, ഞാൻ ശരിക്കും ഫിറ്റായോ? ഇത് ഒട്ടും ഓവറല്ല.
അപ്പൊ എനിക്ക് നടക്കാൻ പറ്റില്ലേ? എങ്ങനെ നടക്കാനാ? നാക്കേ കുഴവഴന്നിരിക്കുന്നു, പിന്നെ കാലെങ്ങനെയാ കുഴാതിരിക്കുന്നത്? അയ്യോ, ഞാൻ കുടിച്ച് ഇത് വലിയ കഷ്ടമല്ലോ. എന്റെ മുഖം മൊത്തം തുപ്പി നാശമൊക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് വല്ലയിടത്തോട്ടും എന്തായാലും ഒരു കാര്യം, നീ ഒരു കാര്യം ചെയ്യും, എന്റെ തോളത്ത് കൈയിട്ടോ. ഞാൻ കുടിച്ച പോലെ ആക്ട് ചെയ്യാം. നീ ഒരു കുടിയനെ കൊണ്ടുപോകുന്ന പോലെ എന്നെ കൊണ്ടുപോക്കോ. ആൾക്കാരപ്പം നിന്നെ തെറ്റിദ്ധരിക്കില്ല. അങ്ങനെ നീ ഗേറ്റ് വരെ പോയിട്ട് ഓട്ടോ ഓട്ടോ നിനക്ക് ഞാൻ പണി തരാടി. ശരി വാ പോകാം. അങ്ങനെ പതുക്കെ എഴുന്നേറ്റോ. കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം. എപ്പോ നോക്കിയാലും ഈ സുനിതയ്ക്ക് സാമൂഹ്യ സേവനം ചെയ്യുന്നത് തന്നെയാണ് ജോലി. കുടിച്ച് ബോധം കെട്ടവനെ എത്ര കൂളായിട്ടാണ് അവൾ നടത്തിക്കൊണ്ട് പോകുന്നത്. നീ ഒരു നല്ല മനുഷ്യനാ. എന്നോട് വന്നിട്ട് നീ ഒരു സെക്കൻഡ് ഹാൻഡ് വന്ന് പറഞ്ഞില്ലേ? നീ എന്തിനാ എന്റെ ഇവിടെ പിടിച്ചിരിക്കുന്നേ? ചുമ്മാ ഒരു രസത്തിന്. എന്താ പറഞ്ഞ? അല്ല, പിടിച്ചില്ലെങ്കിൽ നീ താഴെ വീഴൊന്ന് പറയായിരുന്നു. പിടിക്കാൻ. നൈസ്. എന്താ ചെയ്യുന്നേ? നിന്റെ ഫേസിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്തില്ലെങ്കിൽ തല അങ്ങോട്ടും കൂടെ ആടും. കുഴപ്പമില്ലെങ്കിൽ എനിക്ക് ഓക്കെ. വേണ്ട, ടച്ചിക്കോ, നല്ലോണം ടച്ചിക്കോ. നല്ല പഞ്ഞി പോലെ ഉണ്ട്. ഈ പഞ്ഞിത്തലാണ് എനിക്ക് എന്നും കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ ദൈവമേ. സഞ്ജീവ്, നല്ല സ്മെല്ല് വരുന്നുണ്ടോ? പച്ചവെള്ളം കുടിച്ചാൽ സ്മെല്ല് വരില്ല. മനസ്സിലായല്ലേ? സ്റ്റാർട്ടിങ്ങിലെ മനസ്സിലായി. ഈ കള്ളക്കളിയൊക്കെ എന്റെ അടുത്ത് നടക്കില്ല. നിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്ത് വേണമെങ്കിലും ചെയ്തോ. വരൂ. ഹലോ സാർ. രാഘവനെല്ലാം പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. സാർ, നീ ഓഫീസിലെല്ലാവരും താരാട്ട് പാടി ഉറക്കിയ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാനിതൊന്നും ആലോചിച്ചില്ല. എന്തായാലും നീ വന്നല്ലോ. വരൂ. എവിടെയാ സാർ ഉള്ളത്? മുകളിലുണ്ട്, പ്ലീസ്. നീ വായിക്കോട്ടെ വിട്ടാൽ നിനക്കാണ് ഉറക്കം വരേണ്ടത്. എനിക്കെങ്ങനെ വരും? ഇല്ല, തീർച്ചയായിട്ടും വരും. പുരുഷോത്തമ, ഞാൻ ചിരിച്ചത് കണ്ടില്ലേ? ചിരിക്കടാ. സാറ്, ഇത് ഉറങ്ങിയാ ശരിയാവില്ല. ആശുപത്രിയിൽ പോയേ പറ്റൂ. ഇതിന് വട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഉറങ്ങിയെല്ലാം ശരിയായിക്കോളും. എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കി താ മോനെ. വരുന്നില്ലല്ലോ സാർ. അവളെ ഒന്ന് തുറച്ചു നോക്ക്, അപ്പൊ നിനക്ക് വായിക്കോട്ട് വന്നോളും. സാർ, തുറച്ചു നോക്കിയാൽ ഛർദിക്കാനാണ് സാർ വരുന്നത്. ഛർദിക്കില്ലേ? വേഗം ഒന്ന് ട്രൈ ചെയ്യുന്നേ. നീ എന്തോ ഒരുമാതിരി ചിരിക്കുന്നേ? അറിയില്ല, ട്രൈ ചെയ്യാ സാർ. വായ നിന്റെ കൂടി പോകുന്നല്ലോ. എന്റെ പൊന്നു സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. ഞാനല്ല. അയ്യോ. എടാ കൊച്ചനെ, നീ എന്താ ഈ കാണിച്ചേ? ഉറക്കാൻ പറഞ്ഞിട്ട് നീ തൂക്കിയെടുത്ത് എറിഞ്ഞാ? അയ്യോ, എന്നെ വിട്ടേക്ക് സാറേ. എന്റെ ഗതി അതോ ഗതി. ഹലോ ഡോക്ടറെ. പറയടാ കൊച്ചേ. വായിക്കോട്ട് ഒരുപാടങ്ങ് വരുന്നു. എന്തോന്ന്? ഒരുപാട് വരുന്നുണ്ടെന്നോ? അതെ ഡോക്ടർ, ഒരു തടിച്ച പെണ്ണിനെ പറപ്പിച്ച് ഞാൻ. ശരി, ഒരു കാര്യം ചെയ്യ്, നീ ഉടനെ തന്നെ എന്റെ അടുത്തോട്ട് വാ.